ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. ഇന്ന് എനിക്കൊരു മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങുവാണ്. ഇപ്പം ഏകദേശം 29 വീക്സ് ആയിട്ടുണ്ട് പ്രഗ്നൻസിയുടെ. യൂഷ്വലി നമ്മളിതൊരു 32 വീക്സ് കഴിഞ്ഞിട്ടാണ് മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാറ്. കാരണം നമുക്ക് അത്യാവശ്യം കാണാനായിട്ടുള്ളൊരു ബമ്പാണ്. അപ്പോൾ 3rd ട്രൈമസ്റ്ററൊക്കെ ആയാലാണ് നമുക്ക് കാണാൻ പാകത്തിനൊരു ബമ്പൊക്കെ വരുന്നത്. പക്ഷേ എനിക്ക് ട്വിൻ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നേരത്തെ മുതൽ കാണാൻ മാത്രം ബമ്പൊക്കെ ഉണ്ട്. വയറൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഇപ്പം തന്നെ. പിന്നെ കുറച്ച് റിസ്കി എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ കൺസൾട്ടൻറ്റിനെ കാണാൻ പോകുമ്പോഴൊക്കെ അവർ ചിലപ്പം ഏർലി ഡെലിവറി ആവും, പ്രീടേം ആവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബുക്ക് ചെയ്ത സമയത്ത്, അതായത് മെറ്റേണിറ്റി ഷൂട്ട് ബുക്ക് ചെയ്ത സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ നേരത്തെ ചെയ്യേണ്ടി വരുമായിരിക്കും. നമുക്ക് 32 വീക്സ് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം അവർ സ്റ്റാർട്ട് ചെയ്യുന്ന 32 വീക്സിലാണ് ഫോട്ടോഷൂട്ട്. അങ്ങനെ നമ്മൾ 29 വീക്കിലേക്ക് ഒന്ന് പറഞ്ഞ് 29 വീക്കിൽ തന്നെ ഫോട്ടോഷൂട്ട് ചെയ്യാമെന്നുള്ള രീതിയിലെത്തി. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു വയറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇഷ്ടംപോലെ വയറുണ്ടൊന്നും ഒരു പഞ്ഞും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ 29 വീക്സ് കഴിഞ്ഞൊരു ദിവസമാണ്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ പോയി ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ട് വരാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം ഇപ്പം UK സമ്മർ ആയതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റിയ സമയമാണ്. പക്ഷേ എനിക്ക് ട്രാവൽ ചെയ്ത് പോയിട്ട് കുറേ ദൂരമൊക്കെ ട്രാവൽ ചെയ്ത് പോയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്ത് കണ്ടീഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് തന്നെ ഒരു സ്റ്റുഡിയോ ബേസ്ഡ് ഷൂട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേയധികം നല്ല പോർട്ട്ഫോളിയോ ഒക്കെയുള്ള ഫോട്ടോഗ്രാഫേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുറച്ചധികം ട്രാവൽ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് എനിക്കുണ്ടായിരുന്ന കെനിൽവർത്തിലാണ്. അപ്പോൾ അവിടെ ഒരു ഫോട്ടോഗ്രാഫറെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസൊന്നും കാര്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല പോർട്ട്ഫോളിയോ. പക്ഷേ ഫോട്ടോ ഒക്കെ എടുത്തു വരുമ്പോൾ നന്നാവും എന്ന് വിചാരിച്ചിട്ടങ്ങ് പോവാണ്. ഭുവൻ ബെയർ എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ ലെൻസൊക്കെ വെക്കുന്നുണ്ട്. എൻ്റെ പവർഡ് ലെൻസാണ്, പക്ഷേ അതിനൊരു കളറും ഉണ്ട്. കാരണം നമ്മുടെ കണ്ണൊക്കെ ഒരു ഗ്ലോസി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കളർ വെക്കുന്നത് ലെൻസ് ഞാൻ കണ്ണിൽ വെച്ച് മറന്നു പോകാറുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ലെൻസ് കണ്ണിൽ വെക്കും, എന്നിട്ട് മറന്നു പോവും. എന്നിട്ട് പിന്നെ ഒന്നെങ്കിൽ ഞാൻ 2-3 പ്രാവശ്യം ഇട്ട് വലിച്ച് കണ്ണ് മുറിയും, അല്ലെങ്കിൽ ഇത് അതിനകത്ത് സ്റ്റക്കായിട്ടിരിക്കും. അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഞാൻ കളർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കുമ്പോഴേ കാണുമ്പോഴേ അറിയാമല്ലോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്കിൻ കെയർ ഒന്നുമില്ല. ഞാൻ സ്കിൻ കെയർ ഒക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആകെയുള്ളതൊരു മോയ്സ്ചറൈസറാണ് ക്ലിനിക്കിൻ്റെ. ഒരു മോയ്സ്ചറൈസർ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബാക്കി സ്കിൻ കെയർസ് എല്ലാം ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ആക്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ഇത് പ്ലാസൻ്റ ക്രോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എല്ലാം തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ലാക്റ്റിക് ആസിഡ് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും അതും കെമിക്കൽ ഡിറൈവ്ഡ് ആകുമ്പോഴത്തേക്കും അത്ര സേഫ് ആയിരിക്കില്ല എന്ന് കരുതി എല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഗബ്രൂൻ്റെ സമയത്ത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സ്കിൻ കെയറും സ്റ്റോപ്പ് ചെയ്ത് ആകെ ബോഡി ഷോപ്പിൻ്റെ ഒരു മോയ്സ്ചറൈസർ മാത്രമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇപ്രാവശ്യം ക്ലിനിക്കിൻ്റെ ഒരു മോയ്സ്ചറൈസർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സ്കിൻ കെയർ മാത്രമല്ല, സൺസ്ക്രീനും ഞാനിപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് യൂസ് ചെയ്യുന്നത്. ഒത്തിരി വെയിലുള്ള ദിവസം മാത്രം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. അതും മിനറൽ ബേസ്ഡ് സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. യൂഷ്വലി കെമിക്കൽ ബേസ്ഡ് സൺസ്ക്രീൻ ആയിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നത്. അത് പ്രഗ്നൻസി ടൈമിൽ അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് അത് മാറ്റി മിനറൽ ബേസ്ഡ് ആയി. ഇപ്പോൾ ഈ മിനറൽ ബേസ്ഡ് സൺസ്ക്രീൻ്റെ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് വൈറ്റ് കാസ്റ്റ് വരും. അപ്പം എന്താ പറയുക, മറ്റേ ഈ ചതിക്കാത്ത ചെന്തുവിൽ സലീം കുമാറിൻ്റെ മുഖത്തെ മേക്കപ്പ് പോലെ ഇരിക്കും എപ്പോഴും മുഖം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര അൺസഹിക്കബിൾ വെയിലുള്ള ദിവസങ്ങളിൽ മാത്രം ഞാൻ പുറത്തൊത്തിരി നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അത് യൂസ് ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ അതും ഇല്ല. പിന്നെ മേക്കപ്പ് കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തിരിക്കാൻ വേണ്ടിയിട്ട് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നതായതുകൊണ്ട് അത്ര പ്രശ്നമില്ല. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിന്നിലേക്ക് വലിച്ചെടുക്കുന്നൊരു സംഭവമാണല്ലോ. അപ്പം മേക്കപ്പ് ഞാനങ്ങനെ റെഗുലറായിട്ടൊന്നും ചെയ്യാറില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് മാത്രമേ മേക്കപ്പ് ഇടാറുള്ളൂ. എനിക്ക് ആദ്യത്തെ ഒരു 10-25 ആഴ്ച ഭയങ്കരമായിട്ടുള്ള ആക്നെ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസ് നിറയുണ്ട് മുഖത്ത്. പിന്നെ ഇത് പോകാൻ കുറേ കാലം എടുക്കും. പിന്നെ നമ്മളുടെ ഏജ് കൂടി വരും തോറും ഇതിൻ്റെ ആ ഒരു റിക്കവറി ടൈമും കൂടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൈമർ ഇട്ട്
പിന്നെ ഞാനിവിടെ ഒരു കൺസീലർ ഇടുന്നുണ്ട്. ഇത് ബെനഫിറ്റിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രേഡ് കൺസീലറാണ്. അപ്പോൾ ഇതിനൊരു ഓറഞ്ച് ടിൻ്റുണ്ട്, അതിനൊരു അണ്ടർടോൺ പോലെ. അപ്പോൾ അത് ഗ്രേ ഔട്ട് ചെയ്യത്തില്ല. ഇട്ട് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻസൊക്കെ കവർ ആകുകയും ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം എൻ്റെ സ്കാർസൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇവിടെ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ എടുക്കുന്നത്. മാക്കിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എനിക്ക് അത്യാവശ്യം കറക്റ്റായിട്ടൊരു സ്കിൻ ടോണുള്ള ഒരു ഫൗണ്ടേഷനാണ്, കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇത് നമ്മളെ ഒരു ഈവൻ സ്കിൻ ടോണായിട്ട് വെക്കും. ഞാൻ യൂഷ്വലി അങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല, എസ്പെഷ്യലി പ്രഗ്നൻ്റ് ആയതിനു ശേഷം തീരെയില്ല. പക്ഷേ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ആണല്ലോ, നമ്മളൊരു ഫോട്ടോഷൂട്ടിനൊക്കെ പോവല്ലേ, അപ്പോൾ ഇത്ര മെനയായിട്ടിരിക്കട്ടെ എന്ന് ഓർത്തൊന്നും ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. പ്രഗ്നൻസി എന്ന് പറയുന്നത് ആകെ ഒരു 9 മാസത്തെ കാര്യമാണ്, 40 വീക്സ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഉള്ളിലുള്ള ആളുകളുടെ ഒരു സേഫ്റ്റിയും ഹെൽത്തും ഒക്കെ ആണല്ലോ. അപ്പോൾ അതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗബ്രിക്കുട്ടിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും കംപ്ലീറ്റ് ആയിട്ട് 100% തന്നെ വേണേൽ പറയാം എല്ലാം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം കുറച്ചും കൂടെ ബെറ്ററാണ് ഞാൻ അത്രയും അങ്ങ് എക്സ്ട്രീമിലേക്ക് പോയിട്ടില്ല, എങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിലുള്ള ആളിനെ അല്ലെങ്കിൽ ആളുകളെ സേഫായിട്ട് കൊണ്ടുവരിക, അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ സാക്രിഫൈസസ് അത്രേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. ചെറിയ സാക്രിഫൈസസ്, ഫുഡ് ചില കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക, ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, അതൊക്കെയാണ് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സാണ്, അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് ചോയ്സ് ആണുള്ളത്. ചിലർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ എൻ്റെ ഓഫീസിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ സ്മോക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയായിരുന്നു സ്മോക്കിംഗ് നല്ലതല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരി ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് തൊട്ട് മുമ്പായിരുന്നു ഡെലിവറി. അപ്പോൾ അവർ ഇങ്ങനെ ഒരു ചെയിൻ സ്മോക്കർ എന്ന് തന്നെ പറയാം, അതുപോലെ ഇങ്ങനെ സ്മോക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി സ്മോക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ തിരിച്ച് വിളിച്ചുകൊണ്ടൊക്കെ പോരുമായിരുന്നു ഇടയ്ക്ക്, ഒരു ബ്രേക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സാണ്. ഇതിലൊക്കെ ഒരു ശരി തെറ്റ് എന്നൊന്നുമില്ല. ആരും ഒരു നല്ല അല്ലെങ്കിൽ ഞാനൊരു നല്ല അമ്മ അവരൊരു ചീത്തയമ്മ അങ്ങനെയൊന്നുമല്ല, എല്ലാവരും നല്ല തന്നെ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ചോയ്സ്. ഞാൻ ഗബ്രൂനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കൂടുതൽ നെറ്റ്വർക്കിങ്ങും അതുപോലെ തന്നെ ബ്രെയിൻ സ്ട്രോമിങ്ങും ഒക്കെ നടക്കുന്നത് ഈ സ്മോക്കിംഗ് ഇൻ്റർവെൽസിലാണ്. അപ്പോൾ എൻ്റെ കൊളീഗ്സിലൊക്കെ ഒത്തിരി പേര് ആളുകൾ ഇങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവരൊരു ഗ്ലാസ് കോഫിയുമായിട്ട് ഒരു സിഗരറ്റുമായിട്ട് പുറത്തു പോയി നിൽക്കും, നല്ല തണുപ്പുള്ള സമയത്താണേലും അതെ. എന്നിട്ട് അവിടെ നിന്നിട്ടാണ് നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ ഡിസ്കഷൻസൊക്കെ നടക്കുന്നത്. അപ്പം ഞാൻ സ്മോക്ക് ചെയ്യാത്തതുകൊണ്ടും ഈ ഗ്രൂപ്പിൽ നിൽക്കാത്തതുകൊണ്ടും എനിക്ക് മിസ് ഔട്ട് ആകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ സ്മോക്ക് ചെയ്തില്ലെങ്കിലും ഈ കോഫിയായിട്ട് ഞാൻ ഇവരുടെ കൂടെ പോയി നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഒരു പാസീവ് സ്മോക്കിംഗ് ആയിരുന്നു. പിന്നെ അങ്ങനെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഞാനിങ്ങനെ അപ്പം ഞാനും വേറൊരു ആളും കൂടെ കൂടിയിട്ടാണ് നമ്മളൊരു ബഡി സിസ്റ്റത്തിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എനിക്കിനി വരാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ട് ഡിസ്കഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അകത്ത് വെച്ച് ചെയ്യണം, എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോയി കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് എനിക്ക് ഫുൾ ബ്രീഫിങ്ങിന് തരുമായിരുന്നു എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത്. എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഈ ഓരോ ഡിസ്കഷൻസ് ബ്രെയിൻ സ്ട്രോമിങ് ഒക്കെ അകത്ത് വെച്ചും ചെയ്യുമായിരുന്നു. അങ്ങനെ കഥ പറഞ്ഞ് കാട് കയറി. ഇപ്പം എന്തായാലും നമുക്ക് കയ്യിലുള്ള ടാസ്കിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അവിടെ ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞു. എന്നിട്ട് ഞാനൊരു ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ട്, ഒരു പിങ്കിഷ് ഷെയ്ഡുള്ളൊരു ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പിക്സിയുടെ ഒരു ബ്ലഷ് ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് മേക്കപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം ഈ ബ്ലഷാണ്. കാരണം ഇത് നമുക്കൊരു ഫേസിലൊരു ജീവൻ വെപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടം പോലെ എല്ലായിടത്തും കവിളിലും മൂക്കിലും തടിയിലും നെറ്റിയിലും ഒക്കെ ഇട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ അത്യാവശ്യം ഉറക്കത്തിൽ എണീറ്റ് പോകുന്നത് പോലെ അല്ലാതെ മുഖത്തൊരു ഉന്മേഷവും ഉണർവും ഒക്കെ കാണിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതെല്ലാം ഒന്നിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് എങ്ങെടുക്കാം.
പിന്നെ ഞാനിവിടെ ഒരു ഐ പെൻസിൽ എടുക്കുന്നുണ്ട്. ഇതൊരു എന്താ പറയുക, മെറ്റാലിക് ബ്ലൂ കളറിലുള്ള ഒരു ഐ പെൻസിലാണ്. അത് വെച്ച് ഞാൻ കണ്ണ് എഴുതിയിട്ട് ഒന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഐ ഷാഡോ ഫീലിംഗ് കിട്ടും. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് കണ്ണ് എഴുതാറില്ല. അപ്പോൾ കണ്ണ് എഴുതുന്നതിന് പകരം അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുക്കുമ്പം നമുക്കൊരു ഐ ഷാഡോവും പിന്നെ കണ്ണിനൊരു എന്താ പറയുക, കണ്ണ് എഴുതിയതുപോലൊരു തോന്നലൊക്കെ വരും. അപ്പോൾ ഇത് വെച്ചിട്ട് ഒന്ന് എഴുതി ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസ്കാര ഇടാം. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പം മസ്കാരയൊന്നും ഇടുന്നില്ല. പിന്നെ നമുക്ക് എൻ്റെ ഒന്നും ഇട്ടില്ലെങ്കിലും ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു സംഭവം ഇതാണ്, ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിനൊരു പ്രകാശം വരും. അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ബ്രൗൺ കളറിലുള്ള ഒരു ലിപ്പ് ലൈനറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നല്ലതുപോലെ ഒന്ന് ലിപ്പിൽ വരച്ചിട്ട് ഉള്ളിലേക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ കാണാം ഒരു നല്ല ഡിഫറൻസ് ഫേസിൽ വരുന്നുണ്ട് നമ്മൾ ആ ഒരു ലൈനർ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ. ഇനി ഈ ബ്രൗൺ ഷെയ്ഡിൻ്റെ യൂഷ്വലി ഞാൻ ഇടുമ്പം ഇങ്ങനെ ലൈനൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇന്നിപ്പം ഒരു രസമായിട്ടിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് വരച്ച് ഉള്ളിലൊരു അല്പം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ലാക്മേയുടെ ഒരു മാറ്റ് ലിപ്സ്റ്റിക്കാണ്, റോസ് ടച്ച് എന്ന് പറഞ്ഞിട്ട്. ഇതൊരു ന്യൂഡ് പിങ്കാണ്. അപ്പോൾ ഈ ബ്രൗണിൻ്റെ കൂടെ ന്യൂഡ് പിങ്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത് എനിക്ക് ഫേസിന് നല്ലൊരു ഈ ഒരു ഡസ്കി സ്കിന്നൊക്കെ അത്ര ഫെയർ അല്ലാത്ത ആളായതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്കിന്നിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു ഷെയ്ഡായിട്ട് കിട്ടും. അപ്പം ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ. അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നേരം സ്വയം കണ്ട് കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ച് ആസ്വദിച്ചതിന് ശേഷം മുടിയൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് ആക്സസറീസൊക്കെ ഒന്ന് ചൂസ് ചെയ്യണം. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പരിപാടി ഇപ്പോൾ അതാണ്. മുടിയൊക്കെ നമുക്കൊന്ന് എടുത്ത് ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇട്ട് വെച്ചിട്ട് നോക്കാം. അപ്പോൾ എനിക്ക് 2 ഹെയർ ആക്സസറീസ് ഉണ്ട് ഇവിടെ. ഒന്ന് ഈ ഒരെണ്ണം വൈറ്റ് ആൻഡ് ഗ്രീൻ ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇതെനിക്കിഷ്ടമാണ്, പക്ഷേ ഇത് വെക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി എനിക്ക് വേറൊരു ഹെയർ ആക്സസറിയും കൂടിയുണ്ട്. അപ്പോൾ അത് വൈറ്റ് എന്താ പറയുക, ഫ്ലവേഴ്സും അതുപോലെ തന്നെ ബീഡ്സും കൂടിയിട്ടുള്ള ഒരെണ്ണമാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ എടുക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇത് വെച്ചിട്ട് ഏതാണ് സ്യൂട്ടാവുന്നതെന്ന് വെച്ചാൽ അത് എടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ 2 ഹെയർ ആക്സസറീസ് ഉണ്ട്. ഇനി ഞാൻ നിങ്ങളെ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് കാണിക്കാം. അപ്പം ഞാൻ ഒരു 3 ഡ്രസ്സ് വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അതിൽ 2 ഗൗണാണ്. അപ്പോൾ ആദ്യത്തെ ഗൗൺ ഇതാണ്. ഇതൊരു എന്താ പറയുക, ആഷ് ബ്ലൂ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു ബ്ലൂ കളറിലുള്ള ഒരു ഗൗണാണ്. ഈ റഫിൾ ഹെമ്മൊക്കെ ആയിട്ട് എന്താ പറയുക, നിറച്ച് വീർത്ത് നിൽക്കുന്ന പോലെ ഫുൾ നെറ്റിൻ്റെ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ. അപ്പം നമുക്കിതൊന്ന് ഇട്ട് കാണാം. ഇതാ എങ്ങനെയായിരിക്കും. ഇത് ആക്ച്വലി ഇതിൻ്റെ പുറകിൽ കോസെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സൈസ് കറക്റ്റ് ആവുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം സൈസൊക്കെ മാറിയപ്പോൾ എനിക്ക് കറക്റ്റ് സൈസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഒരു എന്താ പറയുക, ഒരു ഗ്രീൻ ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ഉടുപ്പാണ്. അപ്പോൾ ഇതും ആക്ച്വലി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റേ ഇതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പം എനിക്ക് കുറച്ചും കൂടെ സ്യൂട്ട് ചെയ്യുന്ന കളർ ഇതാണെന്ന് തോന്നി. അപ്പോൾ ഇതും ഭയങ്കര പഫി ആയിട്ടുള്ളൊരു ഗൗണാണ്. അപ്പോൾ നമുക്കിത് ഇട്ടിട്ട് പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഒന്നിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ പുറകിൽ സിബ്ബാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് കുറച്ച് വലുതാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നമ്മളുടെ ഈ പേപ്പർ ക്ലിപ്സില്ലേ അത് വെച്ചിട്ട് ബാക്കിൽ വെക്കാം. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ഓൾട്ടർ ചെയ്യണം. അപ്പോൾ ഓൾട്ടർ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പേപ്പർ ക്ലിപ്പ് ഇട്ട് പുറകിൽ ടക്ക് ചെയ്ത് വെക്കാം എന്നുള്ളത്. പക്ഷേ അതായിരുന്നു പ്ലാൻ. പക്ഷേ ഞാൻ പോയപ്പോൾ പേപ്പർ ക്ലിപ്പ് ഒന്നും എടുത്തുകൊണ്ട് പോയില്ല, മറന്നുപോയി. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എൻ്റെ അടുത്ത് ആരും നിന്നോ അവർ ബാക്കിൽ ടിക്റ്റായിട്ട് പിടിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു പരിപാടി. അപ്പോൾ ഇതാണ് എൻ്റെ 3rd കോസ്റ്റ്യൂം. അപ്പോൾ ഇതിൽ ഈ സ്കേർട്ടല്ല കേട്ടോ, കോസ്റ്റ്യൂമിൻ്റെ പാട്ടല്ല സ്കേർട്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ ക്രോപ്പ് ടോപ്പാണ് എൻ്റെ 3rd കോസ്റ്റ്യൂമിൻ്റെ ഒരിത്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു ഓപ്പൺ ജീൻസ് എന്നുള്ള രീതിയിലുള്ള ആണ് ഫോട്ടോയിൽ ചെയ്തിരുന്നത്. അത് അവർ പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റായിരുന്നു കേട്ടോ, ഒരു ക്രോപ്പ് ടോപ്പ് വിത്ത് ഓപ്പൺ ജീൻസ് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അങ്ങനെ ഒരു ഫോട്ടോ ചെയ്തേക്കാമെന്ന് ഞാനും വിചാരിച്ചു. നോക്കൂ, എൻ്റെ മുടിയൊക്കെ നരച്ചിരിക്കുന്നു. പ്രഗ്നൻസി ടൈമിലാണ് എൻ്റെ മുടിയെല്ലാം നരയ്ക്കുന്നത്. നമുക്ക് എന്തായാലും കളറൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നല്ല വെള്ള കളറിലുള്ള മുടിയാണ്, ഇതിന് മഞ്ഞൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഓൺ ദ വേ ആണ്, നമ്മൾ ഷൂട്ടിന് പോവുകയാണ്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി സ്കേർട്ടും
ഇതൊക്കെ ഇട്ടു. എന്നിട്ട് ഇനിയിപ്പം നമുക്ക് അവിടെ സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ. ഇപ്പോൾ എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സ്റ്റുഡിയോയിലെത്തി, നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അതിനകത്ത് കയറിയ സംഭവങ്ങൾ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അവിടുത്തെ എക്സൈറ്റ്മെൻറ്റിൽ, ഫോട്ടോ എടുക്കുന്ന എക്സൈറ്റ്മെൻറ്റിൽ എല്ലാം മറന്നുപോയി. അപ്പം നമുക്ക് കുറച്ച് ഫോട്ടോസ് കാണാം. അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു, നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ അവർ നമുക്ക് ഗാലറി ഷെയർ ചെയ്യും. അതിൽ നമ്മൾ ഫോട്ടോ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൈസയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോസ് കിട്ടും. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിൻ്റെ വിശേഷങ്ങൾ. ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.